നമുക്കിന്നേ റാഗി ബോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കപ്പ ഇറച്ചിയും കഴിക്കുന്ന പോലെയും അല്ലെങ്കിൽ കപ്പയും മീനും കഴിക്കുന്ന പോലെയൊക്കെ അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഈ റാഗി ബോൾ കഴിച്ചപ്പോൾ. പിന്നെ നമ്മൾ ചോറുണ്ണുമ്പോൾ ചോറ് നമുക്ക് ഏത് കറിക്കൊപ്പം കഴിക്കാൻ പറ്റുമല്ലോ, അതുപോലെ തന്നെ റാഗി ബോൾ നമുക്ക് ഏത് കറിയുടെ കൂടെയും കഴിക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. റാഗിപ്പൊടി എത്രയാണോ അതിന്റെ 2 ഇരട്ടി വെള്ളം എടുക്കണം. ഇപ്പൊ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് പൊടി എടുത്തേക്കുന്നത്, അപ്പൊ ഇതിന് 2 ഗ്ലാസ് വെള്ളം എടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 സ്പൂൺ നെയ്യും ചേർക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് 2 സ്പൂൺ റാഗിപ്പൊടി എടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കി ഈ ഉപ്പും അതുപോലെ നെയ്യും കൂടെ ഇട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിക്കും. പിന്നെ നമുക്ക് ഇത് ഇളക്കാനായിട്ടേ ചപ്പാത്തി പരത്തുന്ന ആ സ്റ്റിക്ക് എടുത്താൽ മതി കേട്ടോ. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ 2 സ്പൂൺ റാഗിപ്പൊടി എടുത്ത് കലക്കിയിട്ടുള്ളത് ഒഴിച്ചു. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ സമയത്ത് നമുക്ക് തീ സിമ്മിൽ വെക്കാം കേട്ടോ. ഇത് നന്നായി തിളയ്ക്കുമ്പോൾ നമുക്ക് റാഗിപ്പൊടി ഇട്ട് കുറച്ചു നേരം മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. സിമ്മിൽ വെച്ചിട്ട് മൂടി വെക്കണം കേട്ടോ. നമുക്കതിന്റെ മൂടൽ തുറന്ന് കൈ വിടാതെ ഈ റാഗി അടിയിൽ നിന്ന് വിട്ട് വരുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് കയ്യിൽ കുറച്ച് ചൂടാറുമ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് അത് പാകത്തിന് വലിപ്പത്തിന് ഉരുട്ടിയിടും. ഇനി ഞാനത് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതിലേക്ക് ഞാൻ കാളന ഒഴിക്കുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കാളന ഒഴിച്ച് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ഫീൽ ചെയ്തു. ഇത് കാളൻ എന്ന് പറഞ്ഞാൽ കുറുക്ക് കാളനല്ല, നേന്ത്രക്കായി ഇട്ട് ക്രിസ്ത്യൻസിൻ്റെ കല്യാണ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്നലെ മോളുടെ മനസ്സമ്മതമായിരുന്നു, അപ്പോൾ അതിനുണ്ടാക്കിയ കാളനാണ്. സോ ടേസ്റ്റിയാണത്. അത് മൂവാറ്റുപുഴയുള്ള ഒരു ഹാർട്ടി കാറ്ററിംഗ് ആണ് ഉണ്ടാക്കി തന്നത്. അപ്പോൾ നല്ലതൊക്കെ നമുക്ക് പറയാമല്ലോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാളന ഒഴിച്ചിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണിത്. പക്ഷേ മെജോറിറ്റി ആളുകൾക്കും ഇത് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇപ്പോൾ കഴിച്ചവിടെ എൻ്റെ സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ.